വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി പാസ്തയാണ്. ഞാൻ പാസ്ത വേവിക്കാൻ വേണ്ടി എൽബോൺ പാസ്തയാണ് അത് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ പാസ്തയാണ് ശരിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കാണിച്ചു കേട്ടോ. ഒരു 100 ഗ്രാം ബട്ടർ ഞാൻ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന എല്ലോട് കൂടിയുള്ള ചിക്കനാണ് അതിട്ട് കൊടുക്കാം. ഈ ബട്ടറിൽ കിടന്ന് വേണം ഈ ചിക്കൻ വേകാൻ വേണ്ടി. പുറത്ത് നല്ല മഴയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളേ, വേറെ ആരും കഴിക്കില്ല, അതുകൊണ്ടാണ്. ഈ ചിക്കത്തിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇത്ര ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഈ ബട്ടറിൽ കിടന്ന് ഈ ചിക്കൻ വേഗണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. 2 സവാള, ഒരു ക്യാപ്സിക്കം, ഒരു കുഞ്ഞു തക്കാളി, ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബട്ടറിൽ കിടന്ന് നല്ലോണം മൊരിഞ്ഞുണ്ട്. പിന്നെ അതിലോട്ട് ഇച്ചിരി മൊരിയട്ടെ. ചിക്കനൊന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സവാളയില്ലേ അതിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. തക്കാളി, ഇതെല്ലാം കൂടി കിടന്നൊന്ന് അതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറിക്കിട്ടട്ടെ കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഒറിഗാനോ. നമ്മുടെ ചിക്കനും സവാളയും ക്യാപ്സിക്കും തക്കാളിയും എല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഒറിഗാനോ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം കേട്ടോ. ഉപ്പ് നിങ്ങളുടെ എരിവിന് പാകത്തിനുള്ളതൊക്കെ ഉണ്ടാകുന്ന നോക്കണേ. ഞാൻ കുട്ടികൾക്കായത് കാരണമാണ് ഞാൻ അധികം എരിവിടാത്തതേ. എരിവ് ആവശ്യമുള്ളവർക്ക് ഇത്തിരിയും കൂടി മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി കൂട്ടിയിടാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം വാർന്ന് വെച്ചേക്കണ പാസ്ത ഇട്ട് കൊടുക്കാം. ഇത് പാസ്ത അധികം വേഗരുത് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അധികം എന്താ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് മിൽക്ക് ഇല്ലേ, ഫ്രഷ് ക്രീം, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോഴേ അത് ആ ക്രീമി സ്ട്രക്ചറിലോട്ട് എത്തുള്ളൂ. ഫ്രഷ് ക്രീം മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് മൊസറല്ല ചീസില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ചീസ് ഇട്ട് കൊടുക്കാത്തത്. ഏകദേശം ഒരു 1/2 ടിന്നോളം ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ സിമ്പിളല്ലേ നമ്മുടെ പാസ്ത. നമുക്ക് കുറച്ച് ചിക്കൻ മേടിച്ച് കഴിയുമ്പോൾ ബാലൻസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇനി ടിഫിനൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ്. പിന്നെ ചൂട് പോകാത്ത പാത്രത്തിലായിരിക്കണം നല്ലത്. ചൂടുണ്ടെങ്കിൽ പാസ്ത കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നിങ്ങളന്ന് കഴിക്കണേയും കൂടി കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തു. ചൂടുണ്ടാവുകയെ ഇഷ്ടമായോ? അപ്പോൾ എല്ലാവർക്കും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.